എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷം, അതായത് നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഏതായാലും പിങ്കി കിട്ടിയ അവസരം ഒഴിവാക്കുന്നില്ല. വീണ്ടും നമ്മുടെ ഗൗതമിനെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഏതായാലും ഇനിയിപ്പം നന്ദേനെ ഉൾക്കൊള്ളാനായിട്ട് ഗൗതമിന് കഴിയില്ല എങ്കിൽ പിന്നെ ഗൗതമിനെ എന്നെ ഉൾക്കൊണ്ടുകൂടെ, എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചുകൂടെ, ഗൗതമിന്റെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേരാൻ ഞാൻ തയ്യാറാണ്, പിന്നെ എന്നെ എന്തിനു നിരസിക്കുന്നു ഗൗതം എന്ന ചോദ്യമാണ് നമ്മുടെ പിങ്കി ചോദിച്ചത്. ഏതായാലും ഗൗതം പറയുന്നു, തൽക്കാലം ഇപ്പം എനിക്ക് ഒന്നിനും പറ്റില്ല, ഇതിനിപ്പോൾ ഒരു മറുപടി തരാനായിട്ട് എനിക്ക് പറ്റില്ല പിങ്കി, അതുകൊണ്ട് നമുക്ക് ഈ സംസാര വിഷയം അങ്ങ് വിട്ടേക്കാം. ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെ മാത്രം ഫോക്കസ് ചെയ്താണ് ജീവിക്കുന്നത്, അവനും ഞാനും, അതുമാത്രമാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. അവിടെ ഇനി വേറൊരാൾക്കും സ്ഥാനമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനി മാറ്റി തിരുത്തണമെങ്കിൽ ഞാൻ തന്നെ മാറ്റി തിരുത്തിയേ പറ്റൂ. അതിന് സമയമായി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിന് കറക്റ്റായിട്ടൊരു ആൻസർ എനിക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ ഗൗതം പറഞ്ഞു കേട്ടോ. ഏതായാലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ഗൗതവും. ഈ സമയത്ത് നമ്മുടെ നന്ദേനെ കാണിക്കുകയാണ്. അപ്പം മോക്ക് ഭയങ്കര പനിയൊക്കെ ആയിട്ട് മോക്കിങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തുണിയൊക്കെ വെച്ച് കൊടുത്ത്, നനഞ്ഞ തുണിയൊക്കെ വെച്ച് കൊടുത്ത് മോളെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിർമ്മൽ വന്ന് പറഞ്ഞു, എന്തിനാണ് നന്ദ നീ ഇത്രയ്ക്ക് വാശി പിടിക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ വാശി പിടിച്ച് നീ നിന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത്? എന്തുകൊണ്ട് ഗൗതം ഒരു നല്ല അച്ഛനല്ലെന്ന് നീ പറയുന്നു? നീ എന്തിനാണ് ഗൗതമിനെയും കുഞ്ഞിനെയും അകറ്റി മാറ്റി നിർത്തുന്നത്? പിങ്കിയെ വിവാഹം കഴിച്ചത് കൊണ്ടോ, അവരൊരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നന്ദേ, നീ പറയുന്നതായിരിക്കും നിനക്ക് ശരി, പക്ഷെ എൻ്റെ ഭാഗത്തെ ശരി എന്താണെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നും അതെനിക്ക് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നീ മരിച്ചു എന്ന് വിശ്വസിച്ച് ഉള്ള കാലം മുഴുവനും നിന്നെ ഓർത്ത് സങ്കടപ്പെട്ട് ഗൗതം ജീവിക്കണമായിരുന്നു എന്നാണോ നീ പറയുന്നത്? അങ്ങനെയാണോ നീ പറയുന്നത്? പിന്നെ നീ മരിച്ചു എന്ന് വിശ്വസിക്കാനും മാത്രം എന്തൊക്കെയോ തെളിവുകൾ അവർക്ക് കിട്ടി, അതുകൊണ്ടാണ് വിശ്വസിച്ചത്. അതിനോടൊപ്പം തന്നെ സ്വന്തം കുഞ്ഞിനെ കൊന്ന നിന്നെ വീണ്ടും മനസ്സിലിട്ടുകൊണ്ട് നടക്കണം എന്നാണോ നീ പറയുന്നത്? അതൊരിക്കലും ശരിയായ കാര്യമല്ല നന്ദ എന്നിങ്ങനെ നന്ദയോട് പറയാണ്. അപ്പോഴും നമ്മുടെ നന്ദയ്ക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ഗൗതമിനെ എനിക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് ചില നല്ല ഗുണങ്ങളൊക്കെ വേണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാകാൻ അർഹനല്ല ഈ പറയുന്ന ഗൗതം. ഒരിക്കലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാവില്ല, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാവണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചും പേയും ഒക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ കിടന്ന് പറയുകയാണ്. നിർമ്മലൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നന്ദയുടെ മനസ്സങ്ങനെ മാറ്റാൻ പറ്റില്ല. നന്ദയും സത്യം പറഞ്ഞാൽ ഒരു പെണ്ണ് സഹിക്കുന്നതിലപ്പുറം സഹിച്ചാണല്ലോ ഇങ്ങോളം വന്നത്. ഒരു പെണ്ണും സഹിക്കില്ല തൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതൊക്കെ ഒരു പെണ്ണും സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് നന്ദനെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഇതേ സമയം നമ്മുടെ ഇന്ദീവരം തറവാട്ടിൽ ഭയങ്കര ആഘോഷങ്ങളും മേളങ്ങളും ഒക്കെ തന്നെയാണ്. അതിന്റെ കാരണം അറിയാമല്ലോ, ഇവിടെ ഒരു കള്ളഗർഭം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ പവിത്രയുടെ. അപ്പൊ പിങ്കി ആണെങ്കിൽ ഒന്നും രണ്ടും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കനകമ്മ ചെന്നിട്ട് പറയുന്നുണ്ട്, മോളെ പിങ്കി നിനക്ക് എന്താ പറ്റിയത്? നീ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ എല്ലാവർക്കും എന്ത് സന്തോഷമായിരുന്നെന്ന് അറിയാമോ? ഈ വീട് സ്വർഗം പോലെ ആയിരുന്നു. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ഉദ്ദേശമേ ഉള്ളൂ, പവിത്രയുടെ കുഞ്ഞ് ജനിക്കണം. അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആർക്കാ അത് ദോഷം എന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോ പിങ്കി പറഞ്ഞു, അങ്ങനെ ജയിച്ചാൽ ആർക്കാ ദോഷം? അത് മോക്ക് തന്നെയല്ലേ മോളെ ദോഷം. അത് പിന്നെ ഇവിടെ എല്ലാവരും ഇപ്പം നന്ദുമോനെ ആണല്ലോ ഈ തറവാട്ടിന്റെ കുഞ്ഞായിട്ട് കൊണ്ടു നടക്കുന്നത്, തലമുറയുടെ സ്ഥാനത്ത് കാണുന്നത്. പക്ഷേ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു പിറന്നാല് ഇന്ദീവരംകാർ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഈ കുഞ്ഞിനെ എല്ലാവരും അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിർത്തുന്നുണ്ടോ കനകമ്മയെന്ന്. കനകമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ കനകമ്മ പറയുന്നതാണ് തെറ്റ്, ഈ കനകമ്മ പറയുന്നതാണ് കുറ്റം. ഞാൻ പറയുന്നത് പോലെ കേട്ടാല് പിങ്കി മോളെ നിനക്ക് കൊള്ളാം, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഇപ്പൊ എൻ്റെ തലയിൽ ഒന്നും കയറില്ല, ഞാനിപ്പം എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് പിങ്കി അങ്ങ് മാറിപ്പോകുമ്പോഴത്തേക്കും കനകമ്മ കുറച്ച് നാളെ ഏതായാലും ഇത് കിടന്നങ്ങോട്ട് ഓടട്ടെ, എല്ലാവരുടെയും മനസ്സ് ആളി കത്തട്ടെ, വെന്തുരുകട്ടെ. ഈ പിങ്കി എന്ന് പറയുന്നവളും അത്രയ്ക്ക് നല്ല കേമത്തിയൊന്നും അല്ല. അവക്കും അവസരം കിട്ടുമ്പോൾ അവൾ എന്നെ കുത്തി കുത്തി പറയുന്നതല്ലേ.
അതുകൊണ്ട് തന്നെ അത്രയ്ക്കായോ എങ്കിൽ പിന്നെ ഞാനിപ്പോൾ പറയുന്നില്ല. എല്ലാവരും കൂടെ അങ്ങോട്ട് അനുഭവിക്കട്ടെ, കുറച്ച് നാൾ പവിത്ര അങ്ങനെ കളിച്ച് നടക്കട്ടെ, എന്നിട്ട് പറയാം കുറച്ച് ഏഷ്യണിയും പരദൂഷണവും ഒക്കെ ഉണ്ടാക്കി കുത്തിത്തിരിപ്പും തമ്മിത്തല്ലും ഒക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകമ്മ അങ്ങ് പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ നന്ദുമോൻ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. നന്ദുമോനാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഗൗരീനെ കാണണം, നന്ദനെ കാണണം. അപ്പം നന്ദയുമായിട്ടൊരു അറ്റാച്ച്മെന്റ് അത് എന്താണെങ്കിലും സ്വന്തം മകനാണല്ലോ, ആ ഒരു ബ്ലഡിന്റെ ആ ഒരു റിലേഷൻ കാണാതിരിക്കില്ലല്ലോ. അപ്പം എപ്പോഴും നന്ദനെ കുറിച്ചൊക്കെ ഓർക്കുകയും നന്ദനെ കുറിച്ച് വാതോരാതെ പറയുകയും അങ്ങനെ നമ്മുടെ ലക്ഷ്മിയോട് ഗൗരീനെ കുറിച്ച് പറയുകയും ഗൗരി എൻ്റെ നല്ല കൂട്ടുകാരിയാണെന്നും ഗൗരീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ഗൗരിയെ പോലൊരു സഹോദരി എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ കുട്ടി. അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയും മഹേശ്വരനും ഒക്കെ ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് ഈ കുട്ടീനെ. അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ മോഹിനിയും പവിത്രയും മാറി നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പൊ ഈ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് മോഹിനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. മോഹിനി പറഞ്ഞു, നോക്കിക്കോ പവിത്ര മോളെ, നിന്റെ കുഞ്ഞ് വന്നു കഴിയുമ്പം, നിന്റെ അല്ലല്ലോ നമ്മുടെ കുഞ്ഞ് വന്നു കഴിയുമ്പം ഇതൊക്കെ വെളിയിൽ പോകും. ഏതായാലും ബ്ലഡ് തന്നെയല്ലേ, വലിഞ്ഞു കയറി വന്ന ദത്തെടുത്ത പുത്രൻ ഏതായാലും ദത്തുപുത്രൻ തന്നെയാണല്ലോ, ഒരിക്കലും അത് സ്വന്തം പുത്രനാവില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം, എൻ്റെ കുഞ്ഞിങ് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം. പവിത്രയ്ക്കാണെന്ന് നെഞ്ചില് പടപടാ ഇടുപ്പ്. എൻ്റെ ഈശ്വര, കുഞ്ഞുമില്ല ഒന്നുമില്ല, ചുമ്മാ വെറുതെ അഭിനയിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞ് ഓടി വന്നിട്ട് ഇങ്ങനെ പറയുകയാണെ, അതെ എൻ്റെ ഗൗരീനെയും ഗൗരിയുടെ അമ്മ ഡോക്ടർ ആൻറ്റീനെയും കാണണോ അമ്മൂമ്മയ്ക്ക് എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്ത് ഓടിക്കൊണ്ടിട്ട്, ഇത് കണ്ടോ, ഇതാ എൻ്റെ ഗൗരിയുടെ അമ്മ ഡോക്ടർ ആൻറ്റി എന്ന് പറഞ്ഞു കൊണ്ട് കാണിച്ചില്ല. നമ്മുടെ പിങ്കി അവിടെ വന്നു. പിങ്കി ഓടി വന്നതും അത് കാണിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ഇത് നോക്കിയിട്ട് ലക്ഷ്മി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഓവർ അഭിനയം ഉണ്ടല്ലോ നമ്മുടെ ലക്ഷ്മിയുടെ, കണ്ണൊക്കെ തള്ളിയിട്ട് എന്താ ഞാൻ ഈ കാണുന്നത്, ഇതെന്താന്ന് പറഞ്ഞ് വെപ്രാളത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ മോഹിനി വന്ന് നോക്കുന്നു, പവിത്രം വന്ന് നോക്കുന്നു, മഹേശ്വരൻ വന്ന് നോക്കുന്നു, എല്ലാവരും മാറിയും തിരിഞ്ഞു വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നു. ഇതാരും നന്ദയോ, എന്താ മോനെ ഞാൻ ഈ കാണുന്നത്? അപ്പം ഗൗതം വന്നപ്പോഴത്തേക്കും എന്താ മോനെ ഞാൻ ഈ കാണുന്നത്, ഇത് നന്ദയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ആ ഡോക്ടർ, ഈ ഗൗരി എന്ന് പറയുന്ന കുട്ടി നന്ദയുടെ മോള്, അപ്പം നന്ദ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോഴത്തേക്കും മഹേശ്വരൻ ചെന്ന് ചോദിച്ചു, എന്താടാ നീ ഒന്നും മിണ്ടാതെ, നീ സത്യം പറയടാ പിങ്കി നീ പറ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കി കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതാണ് സംഭവം. ഗൗതമും കൂടെ ചേർന്നാണ് പറയുന്നത്. നമ്മൾ ചികിത്സിക്കാൻ പോയ ഡോക്ടർ, മോനെ ചികിത്സിപ്പിക്കാൻ പോയ അവിടുത്തെ ഡോക്ടർ വേറെ ആരും അല്ല, അത് നന്ദ തന്നെയാണ്, നന്ദ ഡോക്ടറാണെന്ന്. ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ എൻ്റെ ഈശ്വര? ഈ പിശാച് എങ്ങനെയാ അവിടെ വന്നത്? നമ്മുടെ കുഞ്ഞിനെ കൊന്നിട്ട് ഇവള് ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി ലക്ഷ്മി. എല്ലാവരും അങ്ങ് തുടങ്ങി, ആഹാ നമ്മുടെ കുഞ്ഞിനെ കൊന്നിട്ട് ഇവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ നന്ദ ആ കുഞ്ഞിനെ കൊന്നു, നന്ദ ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ആ കുഞ്ഞു മരിച്ചതെന്നൊക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ദേഷ്യം എല്ലാവരുടെയും മുഖത്തും ഒക്കെ ഇങ്ങനെ പ്രകടമാകുകയാണ്. വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോഴേക്കും നമ്മുടെ ഗൗതം എല്ലാ കഥയും അവിടെ എപ്പം ചെന്നോ അപ്പം മുതലുള്ള കഥകളെല്ലാം പറഞ്ഞു. ഞാനിങ്ങനെ കണ്ടു, ഇപ്പൊ ഒരു കുട്ടിയും ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള എല്ലാവർക്കും നന്ദയോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടുകയാണ്. അപ്പൊ ആ ഒരു സീനൊക്കെയാണ് ഏകദേശം നമ്മൾ നാളെ ലാസ്റ്റോട് കൂടി കണ്ട് അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്തായിത്തീരും എങ്ങനെയായിത്തീരും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷം തന്നെയാണ്. ഏതായാലും നമ്മൾ ഇന്നും ഫുൾ വിശേഷവും അതുപോലെ പ്രമോ വിശേഷവും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്താനായിട്ട് സാധിക്കും. അപ്പം തന്നെ നിങ്ങൾക്ക് കയറി കാണുകയും ചെയ്യാം. അങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. കാരണം നമ്മുടെ ഈ വീഡിയോസ് ലൈക്ക് അടിക്കാൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ, എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന കാര്യമാണ് ലൈക്ക് അടിക്കണം. അപ്പം നമുക്ക് ലൈക്ക് അടിക്കുന്നത് കൊണ്ട് ഉള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലൈക്കിനൊന്നും അല്ല നമുക്ക് പൈസ കിട്ടുന്നത്, നമുക്ക് വരുമാനം വരുന്നത് നമ്മുടെ വ്യൂസിന് തന്നെയാണ്. അപ്പോൾ ഈ ലൈക്ക് അടിക്കുന്നത് കൊണ്ടുള്ള
ഒരു പ്രയോജനം യൂട്യൂബേഴ്സിന് ഇത് ലൈക്ക് കൂടുന്നതിനനുസരിച്ച് മറ്റുള്ളവരിൽ എത്താൻ ഇത് സഹായിക്കപ്പെടും. അതായത് നമ്മുടെ യൂട്യൂബർ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറ്റിവിടും. അപ്പം ഒത്തിരി പേര് കാണുകയും അപ്പം കാണുന്നതനുസരിച്ചാണല്ലോ നമുക്ക് നമ്മുടെ വരുമാനം കിട്ടുന്നത്. അപ്പം അതാണ് കേട്ടോ സംഭവം എന്ന് പറയുന്നത്. അപ്പം അതാണ് ഈ ലൈക്ക് അടിക്കാൻ പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയും അതിനോടൊപ്പം തന്നെ നമുക്കിപ്പം എല്ലാ ക്രൈറ്റീരിയയും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചാനൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഏതെങ്കിലും കഥയൊക്കെ ആവശ്യമുള്ളതുണ്ട്. കുറേ പേര് കുറച്ച് കഥകളുടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ എക്സാം കഴിയുമ്പോഴത്തേക്കും ഞാൻ എല്ലാം ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.